പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. സെന്ററിന്റെ മിനുക്കുപണി അവസാന ഘട്ടത്തിലാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഷോഭിക വെഡിങ്സ്, ബിഗ് മോൾ, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട്ടെ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി സജ്ജീകരിച്ച ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററാണ് തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം. ഫെബ്രുവരി 8 ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാർഷിക സംസ്കൃതി പഠന കേന്ദ്ര സമുച്ചയം നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അതുപോലെ സംയോജിത കൃഷി അങ്ങനെ അത് ഗവേഷകർക്കായാലും കുട്ടികൾക്കായാലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേന്ദ്രമാക്കിയിരിക്കുന്നത് കൃഷിയെയും, അതായത് സസ്യോൽപാദനത്തെയും, പക്ഷിവളർത്തലായാലും മൃഗസംരക്ഷണമായാലും മത്സ്യബന്ധനമായാലും ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സംയോജിത കൃഷി രീതി പഠിപ്പിക്കുന്ന രീതിയിലാണത് വെച്ചിരിക്കുന്നത്. എല്ലാം നമ്മുടെ ഒരു ഗവേഷണ കേന്ദ്രമായതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ലേബൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൃഷി അന്വേഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ ജനങ്ങളെയും കൃഷിയിലേക്ക് ആകർഷിപ്പിക്കണം. പ്രത്യേകിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക AS മുഖ്യപ്രഭാഷണം നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, N നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, ജില്ലാ കലക്ടർ K ഇമ്പശേഖർ IAS, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ എന്നിവർ പാർക്കുകളുടെയും അനുബന്ധ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചും തിരുമുമ്പ് സംസ്കൃതി പഠനകേന്ദ്രം പദ്ധതിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായ പ്രൊഫസർ ഡോക്ടർ P വനജ, അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, ഡോക്ടർ KV സുമേർ, സാബു ജോസഫ്, M ഗീത എന്നിവരാണ് ചെറുവത്തൂർ പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.